നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. വീണ്ടും അമേരിക്കൻ വിമാനത്തെ വെടിവെച്ച് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. രക്ഷാദൗത്യത്തിനിടെ US-ന്റെ C-130 വിമാനമാണ് ഇസഫാനിൽ വെടിവെച്ചിട്ടതായി ഇറാൻ പറയുന്നത്. ഫരാജ് റേഞ്ചേഴ്സ് എന്ന പോലീസ് കമാൻഡോ യൂണിറ്റാണ് വിമാനം തകർത്തതെന്ന് ഫാഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രക്ഷാദൗത്യത്തിനിടെ 5 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം UAE-യിലും ബഹ്റൈനിലും കുവൈത്തിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. UAE-യിൽ അബുദാബിയിലെ ബറൂച്ച് പെട്രോ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി. ഡ്രോണുകൾ തകർത്തതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ വീണാണ് തീപിടിച്ചത്. ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ആളപായമില്ലെന്ന് UAE അധികൃതർ പറഞ്ഞു. കുവൈത്തിലും ബഹ്റൈനിലും ഇറാന്റെ വ്യാപക ഡ്രോൺ ആക്രമണമുണ്ടായി. കുവൈത്തിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി ജലവിതരണ ശൃംഖലകൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ രാജ്യത്തെ ഊർജ വിതരണ സംവിധാനം ഭാഗികമായി തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ബഹ്റൈനിലെ സിത്ര മേഖലയിൽ ആക്രമണത്തെ തുടർന്ന് കെട്ടിടത്തിന് തീപിടിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇറാനിൽ തകർന്നു വീണ അമേരിക്കയുടെ F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ കണ്ടെത്തി. പൈലറ്റിനെ സുരക്ഷിതമായി പുറത്തെത്തിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രദേശത്ത് അതിശക്തമായ ഏറ്റുമുട്ടൽ നടന്നതായാണ് വിവരം. എന്നാൽ ഈ പൈലറ്റ് വനിതയാണോ പുരുഷനാണോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല. ഇറാന്റെ സൈനിക ശക്തി പാടെ തകർത്തെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം മുഴക്കിയതിൻ്റെ 2ാം ദിനമാണ് 2 US യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടത്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15 വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാൾ രക്ഷപ്പെട്ടെങ്കിലും പൈലറ്റിനെ കാണാതാവുകയായിരുന്നു. പൈലറ്റിനെ പിടികൂടാൻ ഇറാനും രക്ഷിച്ചെടുക്കാൻ US-ഉം ദൗത്യം ആരംഭിച്ചതോടെ 6ാം ആഴ്ചയിലേക്ക് കടക്കുന്ന യുദ്ധത്തിലെ നിർണായക ഘട്ടമായി ഇത് മാറി. A-10 തണ്ടർബോൾട്ട് യുദ്ധവിമാനം കുവൈത്തിലാണ് തകർന്നു വീണത്. വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെട്ട പൈലറ്റ് സുരക്ഷിതനാണെന്ന് US സ്ഥിരീകരിച്ചു. 23 വർഷത്തിനിടെ ആദ്യമായാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ശത്രുരാജ്യം വെടിവെച്ചിരുന്നത് എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2003-ൽ ഇറാഖ് യുദ്ധത്തിനിടെ US-ന്റെ A-10 തണ്ടർബോൾട്ട് വിമാനം ഇറാഖ് വെടിവെച്ചിട്ടിരുന്നു. ഇറാനിൽ തകർന്നു വീണ F-15 ഫ്ലൈറ്റിലെ പൈലറ്റിനെ കണ്ടെത്താനായി രാജ്യത്തിൻ്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ റവല്യൂഷണറി ഗാർഡ്സ് തെരച്ചിൽ ശക്തമാക്കിയിരുന്നു. പൈലറ്റിനെ ജീവനോടെ പിടികൂടുന്നവർക്ക് 61 ലക്ഷം രൂപ പാരിതോഷികവും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പൈലറ്റിനെ ഇറാൻ കണ്ടെത്തുകയും ജീവൻ വച്ച് വിലപേശുകയും ചെയ്താൽ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നായേക്കും എന്നുള്ളതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പൈലറ്റിനെ തിരയാനെത്തിയ 2 US ഹെലികോപ്റ്ററുകൾക്ക് ഇറാൻ സൈന്യത്തിൻ്റെ വെടിയേറ്റു. വിമാനങ്ങൾ വീണത് ഇറാൻ ആക്രമണത്തിലാണെന്ന് US സ്ഥിരീകരിച്ചിട്ടില്ല. ഒരിക്കലും ട്രംപ് അങ്ങനെ സ്ഥിരീകരിക്കത്തുമില്ല. എന്തു വന്നാലും കപ്പലിനെ ഇറാൻ ആക്രമിച്ച് തീപിടിച്ചപ്പോൾ പറഞ്ഞത് അത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടിച്ചതെന്നാണ്. വിമാനം തകർന്നു വീഴുമ്പോൾ പറഞ്ഞത് അത് യന്ത്ര തകരാറെന്നാണ്. ഒരിക്കലും ട്രംപ് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ വിമാനങ്ങളെയോ കപ്പലുകളെയോ ഇറാൻ തകർത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ലോകത്തിന് മുഴുവൻ അറിയാം ഇറാൻ്റെ ആക്രമണത്തിലാണ് ഈ തകർച്ചകൾ ഓരോമായി അമേരിക്ക ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരുന്ന ഇറാനെ ചൊറിയാൻ വന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ പോകാം എന്ന് വിചാരിച്ച ട്രംപ് ഓരോ ദിവസവും യുദ്ധം എങ്ങനെ നിർത്തിയിട്ട് എങ്ങനെ മടങ്ങാം എന്ന് തലപോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കലും ജയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ജയിച്ചു, ഇറാൻ്റെ എല്ലാം തകർത്തു, ഇനി ഇറാൻ രക്ഷയില്ല, ശിലായുഗത്തിലായി എന്ന് പറയുന്ന വേളയിലാണ് അമേരിക്കയുടെ 2 വിമാനങ്ങൾ ഇറാൻ തകർത്തതെന്ന് ഓർക്കണം. ഇപ്പോൾ 3ാമത്തെ ഒരെണ്ണം കൂടി തകർത്തു. മാത്രമല്ല ഒരു പൈലറ്റിനെ കാണാതായി. അതുപോലെ നിരവധി പേർ, എത്ര പേർ മരണം സംഭവിച്ചതുള്ളത് ഇപ്പോഴും വ്യക്തമായി അമേരിക്ക പറഞ്ഞിട്ടില്ല. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിനിറങ്ങി ഇഷ്ടം പോലെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം സത്യം പറഞ്ഞാൽ 4ാമത്തെ F-15 യുദ്ധവിമാനമാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നത്. ആദ്യ ആഴ്ച തന്നെ 3 F-15 വിമാനങ്ങൾ കുവൈറ്റിൽ തകർന്നിരുന്നു. ശത്രു വിമാനം
ആക്രമണമെന്ന് തെറ്റിദ്ധരിച്ച് കുവൈറ്റ് സേന വെടിവെച്ചിട്ടതാണെന്നായിരുന്നു അന്ന് US വിശദീകരിച്ചത്. US-ന്റെ ഏറ്റവും അത്യാധുനികമായ F-35 വിമാനത്തിനു നേരെയും ഇറാൻ വെടിയുതിർത്തിരുന്നു. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ US-ന്റെ C-130 എന്ന വിമാനത്തെ കൂടി ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അമേരിക്ക ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒന്നുമല്ലാത്ത ഇറാൻ, ഒരു ആധുനിക സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒന്നുമില്ലാത്ത ഇറാനാണ് തങ്ങളുടെ പക്കലുള്ള പഴയ ആയുധങ്ങൾ വച്ച് ഒരുപക്ഷെ അവർ തകർത്തതിനേക്കാൾ എത്രയോ കൂടുതൽ ഇനിയും തങ്ങളുടെ കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ട്രംപ് എല്ലാം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വിമാനങ്ങൾ 1, 2, 3 എന്ന നിലയിൽ ഇപ്പോൾ 5 എണ്ണം വരെ തകർത്തിരിക്കുന്നത്. എങ്ങനെ തിരിച്ചു പോകാം, യുദ്ധം നിർത്താം എന്ന ആലോചനയിലാണ് ട്രംപ് ഇപ്പോൾ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇറാൻ യുദ്ധത്തോടു കൂടി ട്രംപും അമേരിക്കയും ലോകത്തിന് മുന്നിൽ നാണം കെട്ടുമെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റാണ്, ഇത് വാങ്ങിച്ചോളൂ, സ്റ്റെൽത്താണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ലോകത്ത് എവിടെയും ചെന്ന് ബോംബിടാം എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളെ കൊണ്ട് മുഴുവൻ വാങ്ങിപ്പിക്കാൻ ശ്രമിച്ച F-35 വിമാനമാണ് ഒരു ആധുനിക സജ്ജീകരണങ്ങളുമില്ലാത്ത പഴയ ആയുധങ്ങൾ വെച്ച് ഇറാൻ നിസ്സാരം പോലെ 2 എണ്ണത്തിനെ അടിച്ചിട്ടത്. ഇതിൽ നിന്ന് തന്നെ ആ F-35 വിമാനം എത്രത്തോളം പൊളിയാണ് എന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ അമേരിക്കയുടെയും ട്രംപിൻ്റെയും വീരവാദങ്ങൾ ഒന്നൊന്നായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇതാണ് പറഞ്ഞ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞത്. വെറുതെ ഇരുന്ന പാവപ്പെട്ട ഒരു രാഷ്ട്രത്തിന് ആ രാഷ്ട്രത്തിൻ്റെ മാറ്റം നടത്തുവാനും അവരെ എണ്ണ സ്വന്തമാക്കാനും വേണ്ടി ഒരുപക്ഷെ ഈ കൊള്ള സംഘങ്ങൾ ചെയ്യുന്ന പോലെ ആ രാജ്യത്തെ എണ്ണ സമ്പത്തിനെ കൊള്ളയടിക്കാൻ ചെന്ന ട്രംപിന് ദൈവം കൊടുത്ത പണിയാണ് ഈ നിസ്സാരക്കാരായ ഇറാൻ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന ആളുകളിൽ ട്രംപ് യുദ്ധം നടത്തി ഒരു ഉപാധിയില്ലാതെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.